അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമുക്കറിയാം പിശാചി മനുഷ്യൻ്റെ ആജന്മ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിർബന്ധമായിട്ടും പിശാചിൽ നിന്നുള്ള രക്ഷ ഏത് സമയവും നമ്മൾ തേടേണ്ടതാണ്. ഏത് സമയത്തും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ജീവിയാണ് ഈ പിശാചി. ഈ പിശാചി കാരണമാണ് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും തകർന്നു പോകുന്നത്. പല ആളുകൾക്കും ഇന്ന് മനസ്സമാധാനമില്ല, ദാരിദ്ര്യമാണ്, കടമാണ്, മറ്റു പല പ്രയാസങ്ങളാണ്. എന്നാൽ അതിലൊക്കെയും പിശാചി കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പിശാചിൽ നിന്നും കാവൽ തേടണമെന്ന് പറയാൻ കാരണം തന്നെ ഇതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ പിശാചിന് ഏറ്റവും വെറുപ്പുള്ള, ദേഷ്യമുള്ള ഒരു ജീവിയുണ്ട്. അത് ആർക്കെങ്കിലും അറിയുമോ? ഏതാണ് ആ ജീവി എന്നുള്ളത്? അറിയുന്നവർ, അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള ജീവി ഏതെന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. കോഴി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീടിന് ഒരു ബറക്കത്താണ്, സന്തോഷമാണ്. മാത്രമല്ല പിശാച് നമ്മുടെ വീട്ടിലേക്ക് അടുക്കൂല. ഈ കോഴിയുണ്ടല്ലോ, ഈ കോഴി അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലുന്ന ഒരു പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാലാഖമാർ, റഹ്മത്തിൻ്റെ മലക്കുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മുടെ വീടിന് വലിയ കാവലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആ, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നിറവേറ്റി തരാൻ ഈ കോഴി കാരണമാക്കും. മാത്രമല്ല ഒരുപാട് അപകടങ്ങളിൽ നിന്ന്, ആപത്ത് മുസീബത്തുകളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കും. കാരണം നമ്മുടെ വീട്ടിൽ കോഴിയുള്ളത് കൊണ്ടാണത്. എന്നാൽ ഇന്ന് എത്ര ആളുകളുടെ വീട്ടിലൊക്കെ കോഴിയുണ്ട്, കോഴി വളർത്തുന്ന എത്ര ആളുകളുണ്ട്? ഇന്ന് അധിക വീടുകളിലും കോഴിയില്ല, കോഴി വളർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പഴയ കാലത്തൊക്കെ കോഴികളില്ലാത്ത വീട് ഇല്ലായിരുന്നു. എല്ലാ വീട്ടിലും ഉണ്ടാകും കോഴി. മാത്രമല്ല അന്നൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വന്നാൽ, അളിയന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉമ്മ വേഗം കോഴിയുടെ കൂട്ടിൽ നിന്നും ഒരു കോഴിയെ പിടിച്ച് അതിനെ അറുത്ത് കറി വെക്കും. എന്നാൽ ആ കറി നല്ല രുചിയായിരുന്നു, കാരണം അത് നല്ല നാടൻ കോഴിയായിരുന്നു. എന്നാൽ നമുക്കറിയാം ഇന്നത്തെ കാലം അധിക വീടുകളിലും കോഴിയില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ ആരെങ്കിലും വിരുന്ന് വന്നാൽ അവർ വേഗം ചെയ്യുന്നത്, വീട്ടുകാർ ചെയ്യുന്നത്, ഒന്നെങ്കിൽ അവർ ഹോട്ടലിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ അടുത്തുള്ള കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടോ ഇപ്പോഴത്തെ ഈ ബ്രോയിലർ കോഴിയായിരിക്കും വാങ്ങുന്നത്. പണ്ടൊക്കെ കോഴി ഇറച്ചിയായിരുന്നു നമ്മൾ ഭക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറച്ചിക്കോഴിയായി, പേര് തന്നെ തലതിരിഞ്ഞു പോയി. നമ്മൾ കടയിൽ നിന്നും വാങ്ങി കഴിക്കുന്ന ഈ ബ്രോയിലർ കോഴി ഉണ്ടല്ലോ, അത് 40 ദിവസം കൊണ്ട് വളരുന്നതാണ്. വെറും 40 ദിവസമാണ് അതിൻ്റെ പ്രായം. 40 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കാണപ്പെടുന്ന നാടൻ കോഴിയേക്കാൾ എത്ര വലുതാകും ആ കോഴി, എത്ര കിലോ തൂക്കമുണ്ടാകും ആ കോഴി, നമുക്കെല്ലാവർക്കും അറിയാം. വെറും 40 ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ, പല ആളുകളും ബ്രോയിലർ കോഴി പോലെ വണ്ണം വെച്ച് വരുന്നത്. പിന്നീട് അവർക്ക് പല രോഗങ്ങളും പിടിപെടുകയാണ്. ഇത്തരത്തിലുള്ള കോഴിയൊക്കെ ഭക്ഷിച്ചിട്ടാണ്. അവർക്കൊക്കെ ധാരാളം കൊളസ്ട്രോൾ ഉണ്ടാകും, മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ നാടൻ കോഴി നിങ്ങൾ ദിവസവും കഴിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം നമ്മെ കൽപ്പിച്ചതുപോലെ നമ്മൾ വീട്ടിലൊക്കെ കോഴി വളർത്തുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്നത്. മാത്രമല്ല ചെറുതും വലുതുമായ ഒരുപാട് രോഗങ്ങൾ നമ്മെ പിടികൂടാൻ കാരണമാകുന്ന ഇറച്ചിക്കോഴി കഴിക്കാതെ നല്ല നാടൻ കോഴി ഇറച്ചിയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് നാടൻ കോഴി ഭക്ഷിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഇഹലോക ജീവിതം തകർക്കാൻ ഇടങ്കോലിടുന്ന പിശാചുണ്ടല്ലോ, ശൈത്താനുണ്ടല്ലോ, അത് പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് അടുക്കില്ല നമ്മൾ കോഴി വളർത്തിയാൽ.
അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വെളുത്ത നിറമുള്ള പൂവൻ കോഴി അത് എൻ്റെയും എൻ്റെ കൂട്ടുകാരനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും കൂട്ടുകാരനാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ വീട്ടിലൊരു പൂവൻ കോഴിയെ വളർത്തിയാൽ ആ കോഴി നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ അയൽവാസികളായ 16 വീടുകളിലും ആ പൂവൻ കോഴി നിങ്ങൾ വളർത്തുന്നത് കൊണ്ട് അവർക്കൊക്കെയും കാവലാണ്. അത് എന്ത് കാവലാണ് നമുക്ക് നൽകുന്നത്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു വെളുത്ത പൂവൻ കോഴിയെ നിങ്ങൾ വളർത്തുക. വെളുത്ത പൂവൻ കോഴിയെ നിങ്ങൾ വളർത്തിയാൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള 16 വീടുകളിലും പിശാചിൻ്റെ അനുയായികളുടെയും ശല്യം നിങ്ങൾക്കുണ്ടാകില്ല എന്ന്. അതാണ് മുത്തുനബി പറഞ്ഞ ആ ഗുണം. പിശാച് ശൈത്താൻ നമ്മുടെ വീട്ടിലേക്ക് അടുക്കാതിരിക്കാൻ നിങ്ങൾ പൂവൻ കോഴിയെ വളർത്തുക. അത് വെളുത്ത പൂവൻ കോഴി ആകുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മറ്റ് കളറുള്ള പൂവൻ കോഴിയെയും വളർത്താം, എന്നാലും പിശാച് ശൈത്താൻ നമ്മുടെ വീട്ടിലേക്ക് അടുക്കില്ല. കോഴി വളർത്തിയാൽ തന്നെ അടുക്കില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു. സൂറത്തുൽ ലുഖ്മാൻ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലുഖ്മാൻ സൂറത്ത്. ആ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു മക്കൾക്ക് കൊടുത്ത ഒരുപാട് ഉപദേശങ്ങളാണ് ആ സൂറത്തിലൂടെ പറയുന്നത്. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു മകന് കൊടുത്തൊരു ഉപദേശമാണ്, മകനെ, കോഴി ഒരിക്കലും നിന്നേക്കാൾ ഉത്തമനാകാൻ പാടില്ല. കോഴി നിന്നേക്കാൾ ഉത്തമനാകരുത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് പ്രിയപ്പെട്ടവരെ, കോഴികൾ പാതിരാ സമയമായാൽ, രാത്രി അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ കോഴികൾ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വേണ്ടിയിട്ട് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കും. ദിക്റുകൾ ധാരാളം അധികരിപ്പിക്കും. അതുകൊണ്ട് മകനോട് ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മകനെ, പാതിരാ സമയമായി കഴിഞ്ഞാൽ നീ ധാരാളം ദിക്റുകൾ അധികരിപ്പിക്കണം. പാതിരാ സമയത്ത് മാത്രമല്ല, രാത്രി മുഴുവനും നീ ദിക്റുകളെ കൊണ്ട് ധന്യമാക്കണം. ഒരിക്കലും കോഴി ദിക്റുകൾ ചൊല്ലി നിന്നേക്കാൾ ഉത്തമനാകരുത് എന്ന് ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കോഴി വളർത്തണം എന്ന് പറയുന്നത്. കാരണം കോഴി ധാരാളം ദിക്റുകൾ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വേണ്ടി ചൊല്ലുന്നത് കൊണ്ട് ഇബ്ലീസ് ശൈത്താൻ പിശാചൊന്നും അങ്ങോട്ട് അടിക്കില്ല, അങ്ങോട്ട് വരികില്ല. പിശാചിന് പേടിയായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ മാലാഖമാർ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പെയ്തിറക്കുന്ന അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാകും, നമുക്ക് വിജയമുണ്ടാകും. എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കെപ്പോഴും ഉണ്ടാകും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കോഴികൾ ചില്ലറക്കാരല്ല. കോഴികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന 4 ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോഴിയുടെ അത്ഭുത ഗുണങ്ങളാണ് ഇത്. കോഴിയുടെ ഈ 4 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം കോഴിയുടെ ഈ 4 സ്വഭാവമുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കന്മാരുടെ സ്വഭാവങ്ങളിൽപ്പെട്ട 4 സ്വഭാവം ഒത്തിണങ്ങിയ കോഴിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈ കോഴി. അതിൽ ഒന്നാമത്തെ സ്വഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ദിക്റുകൾ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വേണ്ടിയിട്ട് ചൊല്ലുക എന്നത്. ധാരാളം ദിക്റ് ചൊല്ലുന്ന ഒരു ജീവിയാണ് കോഴി. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അത് അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ്. ഇനി കോഴിയുടെ രണ്ടാമത്തെ സ്വഭാവമാണ് ധീരത. നല്ല ധീരന്മാരായിരിക്കും കോഴികൾ. കോഴികൾ അത്ര പെട്ടെന്നൊന്നും പേടിച്ചോടില്ല. വലിയ ധൈര്യമായിരിക്കും കോഴികൾക്ക്.
അത് അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ്. അമ്പിയാക്കന്മാർക്ക് അള്ളാഹുവിൽ മാത്രമേ ഭയമുള്ളൂ, പേടിയുള്ളൂ. അല്ലാതെ ഒരു പടപ്പിനെയും അമ്പിയാക്കന്മാർക്ക് പേടിയില്ല. അതുപോലെയാണ് കോഴികളുടെ ഒരു സ്വഭാവവും. കോഴിപ്പോര് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് കോഴിപ്പോര് എന്ന് പറഞ്ഞാൽ 2 പൂവൻകോഴികൾ തമ്മിൽ കൊത്തു തുടങ്ങിയാൽ ഏതെങ്കിലും ഒന്ന് ചാകുന്നത് വരെ കുത്തിക്കൊണ്ടേയിരിക്കും. കോഴിപ്പോര് കേൾക്കുകയല്ല, നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ കാണും. 2 പൂവൻകോഴികൾ തമ്മിൽ കൊത്തുകൂടിയാൽ രണ്ടും ഏതെങ്കിലും ഒന്ന് കുഴഞ്ഞ് അത് അവശനായി ചാകുന്നത് വരെ 2 പേരും കൊത്തിക്കൊണ്ടേയിരിക്കും. അവർ തോറ്റുകൊടുക്കില്ല. വലിയ ധീരതയാണ് കോഴികൾക്ക്. ഇനി 3ാമത്തെ കോഴികളുടെ ഒരു സ്വഭാവമാണ് നല്ല ഉദാരതയുണ്ടാകും. മറ്റുള്ളവരെയും സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധവുമുണ്ടാകും കോഴികൾക്ക്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പൂവൻകോഴിയൊക്കെ പിടക്കോഴികൾക്ക് എപ്പോഴും മുൻഗണന നൽകിയിട്ടായിരിക്കും ജീവിക്കുക. പിടക്കോഴികൾക്ക് നല്ല വിട്ടുവീഴ്ച നൽകും. ഭക്ഷണമൊക്കെ പൂവൻകോഴി തൻ്റെ കാലുകൊണ്ട് ചിക്കിക്കളക്കി പിടക്കോഴികൾക്ക് കൊടുക്കും. നാമൊക്കെ നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ കാണുന്നതാണ് ഇത്. പിടക്കോഴികൾക്ക് എപ്പോഴും മുൻഗണന നൽകിക്കൊണ്ടേയിരിക്കും. അത് പൂവൻകോഴിയുടെ ഒരു സ്വഭാവമാണ്. ഇത് അമ്പിയാക്കന്മാരുടെ ഒരു സ്വഭാവമാണ്, മറ്റുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളത്. സ്വന്തം വലിയ പ്രയാസത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകരുത് എന്നൊരു ചിന്തയുണ്ടാകും അമ്പിയാക്കന്മാർക്ക്. എപ്പോഴും ഒരു ഉദാര മനസ്സുള്ളവരായിരിക്കും. ആ ഒരു ഉദാരത കോഴിയിലും ഉണ്ട് എന്നതാണ്. ഇനി 4ാമതായി മഹാന്മാരായ പണ്ഡിതന്മാർ കോഴിയുടെ സ്വഭാവം പറയുന്നത്, കോഴിയുടെ കണ്ണ് ഉറങ്ങിയാലും കോഴിയുടെ മനസ്സ് ഉറങ്ങില്ല. കോഴി ഇങ്ങനെ കണ്ണ് പൂട്ടി കിടക്കുമ്പോഴൊക്കെ നമ്മൾ കരുതും കോഴി ഉറങ്ങുകയാണ് എന്നുള്ളത്. എന്നാൽ കോഴിയുടെ മനസ്സ് ഉറങ്ങുന്നില്ല. കോഴിയുടെ ചിറകിനടിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കാൻ വരുന്ന ആക്രമികളെ വളരെ എളുപ്പത്തിൽ കോഴികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം നമ്മളൊക്കെ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ തല പോയാൽ പോലും നമ്മൾ അറിയില്ല. ആ ജാതി ഉറക്കമായിരിക്കും നമ്മൾ ഉറങ്ങുക. എന്നാൽ അതുപോലെയല്ല കോഴികൾ അവരുടെ കണ്ണടഞ്ഞാൽ പോലും അവരുടെ മനസ്സ് ഉറങ്ങില്ല. അങ്ങനെയുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു തആല കോഴികൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് അമ്പിയാക്കന്മാരുടെ ഒരു സ്വഭാവം കൂടിയാണ്. അമ്പിയാക്കന്മാർ ഉറങ്ങുകയാണെങ്കിൽ അവരുടെ മനസ്സ് ഒരിക്കലും ഉറങ്ങുന്നില്ല. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോഴികളെക്കുറിച്ച് പറയുകയാണ്, ഒരു പൂവൻകോഴി കൂവുന്നതായിട്ട് നിങ്ങൾ കേട്ടാൽ ആ സമയം നിങ്ങൾ പാപമോചനം തേടണമെന്ന്, അതായത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയണമെന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരുമെന്നാണ് മുത്തുനബി പറയുന്നത്. മുത്തുനബി വീണ്ടും പറയുകയാണ്, കോഴികൾ കൂവുന്നത് മലക്കുകളെ കാണുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലൊക്കെ നട്ടപ്പാതിരക്കൊക്കെ കോഴികൾ കൂവുന്നത് കേട്ടാൽ നിങ്ങൾ ഒരിക്കലും ഇത് ശല്യമായി പോയല്ലോ എന്ന് പറയരുത്. കോഴികളെ ചീത്ത വിളിക്കരുത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, കോഴി കൂവുന്നത് കേട്ടാൽ ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പാപമോചനം തേടുക. മാത്രമല്ല, ആ സമയത്ത് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറാദ് ഹാസിലാക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കഴുത കരയുന്നത് കേട്ടാൽ ആ സമയത്ത് നിങ്ങൾ പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കണം. കാരണം കഴുത കരയുന്നത് പിശാചിനെ കണ്ടിട്ടാണ്. എന്നാൽ കോഴി കൂവുന്നതോ അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെയും മറ്റ് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മാലാഖമാർ ഇറങ്ങുന്നത് കണ്ടിട്ടാണ്, മാലാഖമാരെ കണ്ടിട്ടാണ്. കഴുത കരയുന്നത് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ സ്ഥലത്ത്, ആ പരിസരത്ത് ഒരുപാട് പിശാചുകളുടെ കൂട്ടം ഇറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ സമയത്ത് ഉടൻ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഈ 2 കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരല്ലേ, ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരല്ലേ, ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരല്ലേ, നിങ്ങളുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ഉദ്ദേശവും നിറവേറിക്കിട്ടാൻ നിങ്ങൾ കോഴി കൂവുന്ന സമയത്ത്, കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുറാദുകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആലയോട് പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. എന്ത് കാര്യമാണോ നിങ്ങൾ റബ്ബിനോട് ചോദിച്ചത്, ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് റബ്ബ് നൽകും. മാത്രമല്ല, നിങ്ങളുടെ ദോഷങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും പൂവൻകോഴിയെ, കഴിയുമെങ്കിൽ വെളുത്ത പൂവൻകോഴിയെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ഇഹലോകത്തും വലിയ വിജയമാണ് റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്നത്. ഇത് ഞാൻ പറയുകയല്ല, ഇത് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും അല്ലാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും. റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും. അപ്പോൾ കോഴിപ്പുരാണമാണ് ഞാൻ പറഞ്ഞത്. കോഴി ഒരു ചില്ലറക്കാരനല്ല, എന്തുകൊണ്ടും നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ജീവിയാണ് കോഴി. കഴിയുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ മറ്റു കളറുള്ള കോഴികൾ ഉണ്ടെങ്കിൽ ഒരു വെളുത്ത പൂവൻകോഴിയെയും കൂടി വളർത്തുക. അത് നമ്മുടെ വീടിന് കാവലാണ്, നമ്മുടെ വീടിന് ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനും, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകാനും ബറക്കത്തുണ്ടാകാനും, നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി നമുക്ക് ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.